ഹലോ ഗൈസ്, എല്ലാവർക്കും ശ്രേയാസ്വിലേക്ക് സ്വാഗതം. എല്ലാവരും എനിക്കൊരു ഡൗട്ട് ഉണ്ട്. എന്താ വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും ഇപ്പോൾ ചോദിക്കാറ് കാണും. ഇപ്പം മനസ്സിൽ ചിലപ്പോൾ ചിലർക്ക് വിചാരിക്കും, എന്താണ് അന്ന് പറഞ്ഞായിരുന്നല്ലോ ഇങ്ങനെ. ഇപ്പം ഈ വീഡിയോ കാണുമ്പോൾ എന്തെങ്കിലും വെച്ച് കഴിഞ്ഞാൽ അന്ന് പറഞ്ഞായിരുന്നല്ലോ പോയിൻ്റെ വിഷയങ്ങളൊക്കെ ഇപ്പോൾ പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഉദ്ദേശിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം കിട്ടിയിട്ടില്ല. നമ്മുടെ വീഡിയോസ് ഞങ്ങൾക്ക് പ്രമോ അയച്ചു തന്നാലേ കിട്ടിയിട്ടുള്ളൂ ഗൈസ്. പക്ഷെ കിട്ടുന്നില്ല ഗൈസ്. കാരണം പ്രമോ അവർ അയച്ചു തന്നിട്ടൊന്നുമില്ല. അവർ അടുത്ത മാസം കിട്ടും. കാരണം നമ്മൾ ഇപ്പോൾ പോയത് ഓണത്തിൻ്റെ അന്നാണ്. 9-ാം തീയതിയാണ് പോയത് ഷൂട്ടിൻ്റെ അന്നോട്ട്. അപ്പോൾ ഷൂട്ടെല്ലാം കഴിഞ്ഞു. പക്ഷേ ഷൂട്ട് നമ്മൾ 9-ാം തീയതി മുന്നേ സെപ്റ്റംബറല്ലേ ഈ മാസം, അതിൻ്റെ മുകളിലുള്ള ആഗസ്റ്റിൽ. അപ്പോൾ ആഗസ്റ്റ് മാസത്തിൽ കുറേ പേരൊക്കെ വന്ന് അവിടെ ഷൂട്ടിങ് ചെയ്തു, അവർ പോയിട്ടുണ്ട്. അപ്പോൾ അവരുടേതാണ് ഇപ്പം നമുക്ക് KTTV വെച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതാണ് നമുക്ക് പറ്റിയ പ്രശ്നം. പിന്നെ ഈ സെറ്റപ്പിലുള്ള ആൾക്കാരുടെ ഒന്ന് കയറ്റി വേണ്ട. ആദ്യം ആഗസ്റ്റ് കുറേ പേര് വന്നിട്ടുണ്ട്. അപ്പോൾ അവരുടെയും ചെയ്തിട്ടാണ് നമ്മളുടെയൊക്കെ വീഡിയോ. അപ്പം TV-യിൽ ഏകദേശം എനിക്ക് തോന്നുന്നു അടുത്ത മാസം ഒക്ടോബർ ഒക്കെ കൂടി അങ്ങ് വരാം. ഞാൻ ഉറപ്പല്ല പറയുന്നത്, ചിലപ്പോൾ ആയിരിക്കും. ഞാൻ വേണമെങ്കിൽ എല്ലാവർക്കും ലിങ്ക് അയച്ചു തരാം. നിങ്ങളെല്ലാവരും കണ്ടു കാണുമല്ലോ നമ്മുടെ കഴിഞ്ഞ എപ്പിസോഡ്, എൻ്റെ അച്ഛൻ്റെയും 664 എല്ലാവർക്കും അറിയാവുന്നതാണ്. ഇനി പുതിയതായിട്ട് ആൾക്കാർ വന്നിട്ടുണ്ടെങ്കിൽ കേൾക്കാൻ ഒന്നും കൂടെ പറഞ്ഞേ ഉള്ളൂ. 664 കേട്ടോ, ഒന്നും കൂടി ഉറപ്പിക്കാണ്. പിന്നെ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇനി അടുത്തുള്ള സ്കിറ്റിൻ്റെ ഒക്കെ ലിങ്കും എല്ലാം ഞാൻ നിങ്ങൾക്ക് അയച്ചു തരും. പിന്നെ ഇതെല്ലാം അയച്ചു തരും. പിന്നെ നിങ്ങൾ എല്ലാ എക്സാം എല്ലാം കഴിഞ്ഞില്ല, പെർഫെക്റ്റ് ആയിട്ടിരിക്കുന്നു. എക്സാം കഴിഞ്ഞിട്ടില്ല ഗൈസ്, എക്സാമേ കഴിഞ്ഞിട്ടില്ല. റിവിഷനും കാര്യങ്ങളൊക്കെ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഈ ഞായറാഴ്ച ആയതുകൊണ്ട് ഞാനിന്ന് പോയിട്ടില്ല സ്കൂളിൽ. അപ്പോൾ പിന്നെ നമ്മുടെ ഓഗസ്റ്റിലെ ഒക്ടോബറിലാണ് ഇനി ഞങ്ങൾക്ക് ഒക്ടോബർ 6-ാം തീയതി തൊട്ട് എക്സാം തുടങ്ങുകയാണ്. ഇതല്ലോ പഠിക്കലാണ്. ഇപ്പോൾ പഠിച്ചുകൊണ്ടൊക്കെ ഇരിക്കുകയാണ്. ഇപ്പോൾ പഠിച്ചു കുറച്ചൊക്കെ ആയി. ഇപ്പോൾ ഫസ്റ്റ് എക്സാം EVS ആണ് കേട്ടോ. അപ്പോൾ അതൊക്കെ പഠിച്ചു. റിവിഷൻ നല്ലപോലെ ആയിട്ടില്ല, റിവിഷനും കൂടെ ഉണ്ട്. അപ്പോൾ ആ റിവിഷനും കൂടെ എഴുതിയിട്ട് ഒരുമിച്ച് പഠിക്കാനാണ്. അപ്പോൾ അതും കൂടെ എഴുതി കഴിയുമ്പോഴേക്കും നമുക്കൊരു ധാരണയാവുള്ളൂ. പിന്നെ രണ്ടാമത്തെ എക്സാം മാത്സ്, അതിൻ്റെ പട്ടികയും എല്ലാം എനിക്കറിയാം. ഞാൻ പഠിച്ചു വെച്ചിട്ടുണ്ട്. അത് നേരത്തെ പഠിച്ചു വെച്ചു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നലെ വിളിഞ്ഞതും കണ്ടായിട്ട് മിസ് ടൈം ടേബിൾ വെച്ച് തന്നു. അപ്പോൾ അത് കാരണം ഫസ്റ്റ് EVS വന്നപ്പോൾ തന്നെ ഞങ്ങൾ മാത്സ് മാറ്റി വെച്ചിട്ട് EVS പഠിക്കാൻ തുടങ്ങി. അപ്പോൾ EVSനൊരു റിവിഷൻ ആയിട്ടില്ല, ഒരു 3-ാമത്തെ ചാപ്റ്ററൊക്കെ ആയി വന്നിട്ടേ ഉള്ളൂ. ഒന്നാമത്തെ ചാപ്റ്റർ തൊട്ട് 7-ാമത്തെ ചാപ്റ്റർ വരെ പഠിക്കണം. അപ്പം അത് കാരണം നേരത്തെ 1-ാമത്തെ ചാപ്റ്റർ തൊട്ട് 3-ാമത്തെ ചാപ്റ്റർ മതിയായിരുന്നു. ഇപ്പം ഇതുകൊണ്ടേ 7 വരെ ആയി ഗൈസ്. ഇപ്പം ഞാൻ 3 പഠിച്ചിട്ടുള്ളൂ, 3 ചാപ്റ്റർ. ഇനി 1, 2, 3, 4 4 ഇനിയും കിടക്കും. 4 ഇനിയും കിടപ്പുണ്ട് ഗൈസ്. ഞാൻ 3 പഠിച്ചു, 4 കിടപ്പുണ്ട്. അപ്പം അങ്ങനെയാണ് ഇപ്പം ഇരിക്കുന്നത്. 4 പെട്ടെന്ന് പിടിക്കും, എനിക്ക് ഈസിയാണ് 4 അതൊക്കെ പെട്ടെന്ന് ഞാൻ പഠിച്ചോളും, പോലെ പഠിച്ചോളും. അത്രേ ഉള്ളൂ ഗൈസ്. നിങ്ങൾ ഒന്നും കൊണ്ട് വിഷമിക്കരുത് ഗൈസ്. ഇപ്പം ചാനലിൽ വരാത്തതുകൊണ്ടാണ് ഞാൻ അതൊന്നും പറയാത്തത്. അല്ലെങ്കിൽ ഞാൻ എന്ത് പറഞ്ഞാൽ നിങ്ങളടുത്ത് പറഞ്ഞേനെ. പക്ഷെ ചാനലൊന്നും വന്നിട്ടില്ല. അത് കഴിഞ്ഞിട്ട് കുറേ വിശേഷങ്ങളുണ്ട്. എത്രത്തോളം വിശേഷങ്ങളുണ്ടെന്ന് അറിയാമോ? പക്ഷെ ഇടയ്ക്ക് ഞാനിങ്ങനെ വരുമ്പോൾ എനിക്ക് തോന്നും, നീ പറഞ്ഞു ഒരു കുഴപ്പമില്ല, പക്ഷെ എനിക്ക് പറയാൻ പറ്റുന്നില്ല ഗൈസ്. ആ ചാനലിൻ്റെ അത് നിങ്ങൾ വന്നിട്ട് മനസ്സിലാക്കിയിട്ട് ഞാൻ പിന്നെ പറയാം. അത്രേ ഉള്ളൂ ഗൈസ്. നിങ്ങൾ അത് മനസ്സിലാക്കിയാൽ മതി, അത്രേ ഉള്ളൂ. അപ്പോൾ കുഞ്ഞൊരു വീഡിയോ ആണ്. എല്ലാവർക്കും ബൈ ബൈ, ടാറ്റ.